ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശേഷം? ഈസ്റ്ററൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ എൻ്റെ ഈസ്റ്റർ നല്ലതായിരുന്നു. ബിരിയാണിയൊക്കെ വെച്ചു, പള്ളിയിലൊക്കെ പോയി, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു. ഞാൻ ഈ കാറിനകത്ത് കുറച്ച് നേരം സ്റ്റക്കാണ്. ഞാനൊരു സ്ഥലം വരെ വന്നതാണ്. ഞാൻ വന്ന കാര്യം റെഡി ആയിട്ടില്ല, കുറച്ച് സമയം എടുക്കും. സോ ഐ തോട്ട് ലൈക്ക് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പം കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നതിനെക്കുറിച്ച്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ഇപ്പം വിമൻ എംപവർമെൻറ്റ്, വിമൻ ഫ്രീഡം എന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവരും പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇപ്പം വിമൻ മാത്രമല്ല, എല്ലാവർക്കും വേണ്ട ഒരു സംഭവം തന്നെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എൻ്റെ ലൈഫിൽ ഫിനാൻഷ്യലി ഞാൻ എന്നാണ് ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങിയത് എന്നുള്ളത്. ഐ തിങ്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പം എനിക്ക് തന്നെ ചിലപ്പം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് എൻ്റെ ഒരു ലൈഫിലെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഐ വിൽ ഷെയർ ഇറ്റ് ടു യു ഓൾ. ആർക്കെങ്കിലും അതൊരു ഇൻസ്പയറിങ്ങോ മോട്ടിവേറ്റിങ്ങോ ഒക്കെ ആയാലോ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ ജേർണി എന്ന് പറയുന്നത് ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ നമുക്കും ബാക്കിയുള്ളവർക്കും ഇൻസ്പയറിങ് ആയിരിക്കും. നമ്മളത് അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും. എനിവേ, ഞാൻ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, എൻ്റെ ഒരു ലൈഫ് ജേർണി ഇവിടെ പറയാം. ലൈക്ക് ഞാൻ ബിഫാം പാസ്സാവുന്നത് 2009 കേട്ടോ. എൻ്റെ ബേസിക് ഡിഗ്രി ബിഫാമാണ്, ബാച്ചിലർ ഇൻ ഫാർമസി. അത് ഞാൻ പാസ്സാവുന്നത് 2009. 2009 എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു മെയ് മാസമൊക്കെയാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എനിക്കറിയത്തില്ല, എനിക്ക് എപ്പോഴും ഒരു ജോലിക്ക് കയറണം എന്നുള്ള ഒരു ത്വര എനിക്ക് എപ്പോഴും ഉണ്ട്. ലൈക്ക് വന്ന് എനിക്കൊന്ന് അപ്പം തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ജോലി തപ്പി തുടങ്ങി. ഐ ട്രൈഡ് ലോട്ട് ഓഫ് കമ്പനീസ്. ആ സമയത്തൊക്കെ ഇൻഡസ്ട്രിയിൽ എവിടെയെങ്കിലും കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ കുറേ ഇൻഡസ്ട്രി, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും ബയോടെക് അങ്ങനത്തെ കമ്പനികളൊന്നും ഒട്ടും ഇല്ലല്ലോ. ഇപ്പോഴും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസരം കുറേ 2009 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര വർഷമായി? ലൈക്ക് 20 ഇയേഴ്സ്, മോർ ദാൻ 20 ഇയേഴ്സ് ബാക്ക് അല്ലേ? അല്ല, 20 ഇയേഴ്സ് ആയി. 2000 ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ആയിട്ടില്ല. ഓക്കെ, വെരി ലോങ് ബാക്ക്. ആ സമയത്ത് അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഒന്നും കേരളത്തിനകത്തില്ല. പക്ഷെ ഞാൻ ഒത്തിരി ഇൻഡസ്ട്രിയിലൊക്കെ ജോലിക്ക് കയറി ശ്രമിച്ചു. ലൈക്ക് ബാംഗ്ലൂരും ഓൾ ത്രൂ ഔട്ട് ഇന്ത്യ കുറേ ഇൻഡസ്ട്രിയിലൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഫൈനലി ഞാൻ പോയത്, എനിക്ക് അങ്ങനെ ജോലിക്ക് കയറണം, അങ്ങനെ സാലറി ഒന്നും ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോകുന്നത് കോഴിക്കോട് മിംസിൽ ഫാർമസിസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറുന്നത്. ഇപ്പോഴും എൻ്റെ സാലറി എനിക്ക് ഓർമ്മയുണ്ട്. 5000 രൂപ പോലും ഇല്ല. എനിക്കൊന്ന് 4000 കൈ കിട്ടുന്ന 4000 4500 രൂപ എന്താണ് കൈ കിട്ടുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട്, കോഴിക്കോട് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാണല്ലോ. എൻ്റെ വീട് ആലപ്പുഴയായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് അവിടെ പോയി നിൽക്കണം. അപ്പോൾ നമ്മുടെ ഹോസ്റ്റല്, ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ 4000 രൂപ എന്ന് പറയുന്ന ഒന്നുമില്ല. നല്ല കഷ്ടപ്പെട്ട പണിയും, എങ്ങനെയാണ് ഒരു ദിവസം പോകുന്നതെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ജോലി, അത്രയ്ക്ക് തിരക്ക് പിടിച്ച ജോലി. 1 ലക്ഷം രൂപയുടെ നമ്മുടെ ജോലി അവിടെ ചെയ്യുന്നുണ്ട്, പണി ചെയ്യുന്നുണ്ട്. പക്ഷേ കൈ കിട്ടുന്ന സാലറി 4000 രൂപയായിരുന്നു. പക്ഷേ ഐ വാസ് ഹാപ്പി. എൻ്റെ ലൈഫിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഏൺ ചെയ്യുന്ന ഒരു സാലറി. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ജോലി. അധികം നാൾ ഞാൻ വർക്ക് ചെയ്തില്ല. ഒരു 3 മാസമാണ് ഞാൻ മിംസിലെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്ത്. ഞാൻ ജോലി മടുത്ത് അങ്ങനെ നിർത്തി പോകുന്നൊന്നുമല്ല. അത് കഴിഞ്ഞപ്പം ബിഫാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എംഫാമിന് വേണ്ടി എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു, എംഫാം. അപ്പോൾ എംഫാം അന്ന് സമയത്ത് നല്ല എൻട്രൻസ് ആണ് എഴുതേണ്ടത്. എൻട്രൻസ് ഭയങ്കര ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുള്ളൊരു സമയമാണ് അതൊക്കെ. അപ്പോൾ എംഫാം എൻട്രൻസിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു, മനഃപൂർവ്വമല്ല. അങ്ങനെ ഞാൻ പഠിച്ചു. എനിക്കൊരു 3 മാസം ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു കേട്ടോ, കറക്റ്റായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. ആ വർഷത്തെ എംഫാം എൻട്രൻസിന് എനിക്ക് ഫസ്റ്റ് റാങ്കിങ് കിട്ടി. അങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഞാൻ എന്നിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എംഫാമിന് ജോയിൻ ചെയ്തു. ആ എംഫാമിന് ജോയിൻ ചെയ്തപ്പോഴും ഏകദേശം ഒരു ജോലി പോലെയാണ്. നമുക്ക് അന്ന് സ്റ്റൈഫൻഡ് ഉണ്ട്. കറക്റ്റ് സ്റ്റൈഫൻഡ് എന്ന് പറയുന്ന അന്നത്തെ, ഞാൻ കറക്റ്റ് എൻ്റെ സാലറി എമൗണ്ടൊക്കെ ഇവിടെ പറയുകയാണ് കേട്ടോ, 10000 രൂപയാണ് അന്ന് സ്റ്റൈഫൻഡ്. അപ്പോൾ അന്നും പിന്നെ എംഫാമിന് 2 വർഷവും എനിക്ക് ഈ സാലറി എന്ന് പറയുന്ന ഒരു തുക ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, 10000 രൂപ. അതിൽ നിന്ന് എൻ്റെ മെസ് ബില്ല് അടയ്ക്കും, പിന്നെ എൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആ ഒരു 2 വർഷവും. പിന്നെ എനിക്കൊന്ന് ആ ബിഫാമിന് ഞാൻ കഴിഞ്ഞിട്ട് ഫാർമസിസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്തല്ലോ. അന്ന് തൊട്ട് എൻ്റെ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ പറയാം, കണ്ടിന്യൂ ചെയ്ത് പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ തുകയെങ്കിലും ഏൺ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എംഫാം അങ്ങനെ 2 വർഷം 10000 രൂപ വെച്ച് നമ്മൾ
കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ എംഫാമിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസും സെക്കൻഡ് ഇയറിൻ്റെ ഫീസും മെസ് ബില്ലും എല്ലാം ഞാൻ തന്നെയാണ് അടയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എംഫാം അങ്ങനെ 2012 എംഫാം കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് മെയ്യിലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എങ്കിലും എംഫാം കഴിയുന്നതിന് ഒരു 1-2 മാസം മുന്നേ തന്നെ ഞാൻ അടുത്ത ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. എനിക്കിങ്ങനെ ഓരോ കോഴ്സ് കഴിയുമ്പോഴും ജോലിക്ക് ശ്രമിക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കര, ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ 2 മാസം മുന്നേ തന്നെ അവിടെ കേരളത്തിലുള്ള ഒട്ടും എല്ലാ കോളേജിലും എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ഓരോ സെയിം ആപ്ലിക്കേഷൻ തന്നെ, ബയോഡേറ്റയൊക്കെ സെയിം തന്നെയാണല്ലോ, അഡ്രസ്സ് മാറ്റി ഓരോ കോളേജിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ എഴുതി അയക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ അധികം കോളേജിലൊന്നും ഇൻ്റർവ്യൂവിന് പോയില്ല. പോയ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അന്നൂർ ഡെൻ്റൽ കോളേജ്, മൂവാറ്റൂർ അന്നൂർ ഡെൻ്റൽ കോളേജിൽ. അവിടെ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവിടെ തന്നെ എനിക്ക് ജോലിയായി. അപ്പോൾ എംഫാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ അധികം നാൾ നിന്നിട്ടില്ല. 1-2 ആഴ്ചയൊക്കെ നിന്ന് കാണുമായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ തന്നെ ഇവിടെ ജോലിക്ക് കയറി. എംഫാം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ജോലിക്ക് കയറി. അവിടെ എനിക്ക് സാലറി ഇതേ സാലറി തന്നെയായിരുന്നു, 10,000 രൂപ. എനിക്ക് എംഫാമിന് സ്റ്റൈഫൻഡ് കിട്ടിക്കൊണ്ടിരുന്ന 10,000 രൂപ തന്നെയാണ് എനിക്കിവിടെ സാലറി ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ പിന്നെ അവിടെ ഞാനൊരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോഴത്തേനും എൻ്റെ കല്യാണമായി. അത് കാരണം എനിക്ക് അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് വന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തേനെ. അപ്പം ഞാൻ അവിടെ അങ്ങനെ പഠിപ്പിച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത് പോകുന്നത് ഗുവാഹട്ടിയിലോട്ടാണ്. ഗുവാഹട്ടി പോയിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമ്മൾ ലൈഫിൽ ഒരു തവണ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തിരിച്ചുപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിനൊക്കെ നമുക്ക് പൈസ ഉണ്ട്, വേറൊരാളുടെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഗുവാഹട്ടി പോയി ചെന്നപ്പോഴത്തേനും ഞാൻ കുറച്ചൊന്ന് പെട്ടുപോയി. കാരണം അവിടെ എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ കോഴ്സിന് അങ്ങനെ വലിയ ഫാർമസി കോളേജസ് ഇല്ല. പിന്നെ അത്ര ഡെവലപ്ഡ് അല്ല. ഉള്ള കോളേജൊക്കെ ഒത്തിരി ദൂരെയാണ്. ഞാൻ താമസിച്ച സ്ഥലത്തൊന്നും അങ്ങനെ കോളേജൊന്നും ഇല്ല. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു ഏതെങ്കിലും രീതിയിൽ. അവസാനം ഞാൻ ഫാർമസി കോളേജും ഫാർമസി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വിട്ട് വേറെ പല 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 രീതിയിലുള്ള ഡിഫറെൻറ്റ് സ്ട്രീംസിലുള്ള എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്നൊക്കെ നോക്കി, ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന എനിക്കൊരു ബ്രേക്ക് വന്ന ഒരു സമയം. ഒരു 10 മാസം ഞാൻ കഷ്ടപ്പെട്ടു ജോലിയൊന്നും ഇല്ലാണ്ട്. അവസാനം അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് അവിടെ PhD ആണ്. ഞാനപ്പം എനിക്ക് അവിടെ ഇനി നിന്ന് പോയാൽ എനിക്കൊരു ഭയങ്കര ബ്രേക്ക് ആവുമെന്ന് എനിക്ക് തോന്നിയപ്പം ഞാൻ അവിടുന്ന് ബാംഗ്ലൂരോട്ട് ജോലിക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ആ ഒരു 10 മാസമാണ് എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലായിരുന്ന സമയം. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇനി ഇല്ലില്ല, അങ്ങനെയല്ല. ആ ഒരു സമയത്ത് ഞാൻ പക്ഷേ ഇടയ്ക്ക് എന്താ പറയുന്ന ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു കേട്ടോ അവിടെ. അപ്പം വേറെ ഒരു ജോലിയൊന്നും കിട്ടാഞ്ഞപ്പം ഐ റിമെമ്പർ 8ാം ക്ലാസ്സിലുള്ള 2 പിള്ളേർക്ക് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അന്ന് എത്ര രൂപ കിട്ടുമായിരുന്നു, എനിക്കൊന്ന് മാസം 2,000 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ, ചെറിയൊരു തുക. ഞാനും എടുക്കുമായിരുന്നു, ബിബിനും എൻ്റെ ഹസ്ബൻഡും നമ്മൾ ട്യൂഷനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫിനാൻഷ്യലി ഞാൻ ചെറിയ രീതിയിലെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂർ കുറേ ഞാൻ അലഞ്ഞു. 1 മാസത്തോളം ഞാൻ ജോലി തപ്പിയ ബാംഗ്ലൂർ മൊത്തം കറങ്ങി നടന്ന് അവസാനം എനിക്ക് അവിടെ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് ഡെൻ്റൽ കോളേജിൽ വീണ്ടും എനിക്ക് ജോലി കിട്ടി. അന്നും എൻ്റെ സാലറി എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പം കുറേ വർഷങ്ങളായിട്ട്, ഈ 5-6 വർഷമായിട്ട് എനിക്ക് വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു മിനിമം ഒരു ചെറിയൊരു സാലറി വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു 10,000 രൂപയ്ക്ക് വീണ്ടും ഞാൻ അവിടെ ഒരു ബാംഗ്ലൂരിലൊരു ഡെൻ്റൽ കോളേജ് പഠിപ്പിക്കാൻ കയറി. വീണ്ടും എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആയി. അത് കഴിഞ്ഞിട്ടാണ് അവിടെ അധികം നാളെ ഞാൻ പഠിപ്പിച്ചില്ല. എനിക്കൊന്ന് അവിടെയും ഞാൻ 3 മാസമേ പഠിപ്പിച്ചുള്ളൂ. അപ്പോഴത്തേനും എനിക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വന്നു PhD ചെയ്യാനായിട്ട് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം. അവിടെ എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടി. വീണ്ടും എനിക്കൊരു അപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഹൈക്ക് സാലറിയിലൊക്കെ. അവിടെ നമുക്ക് ഫെലോഷിപ്പ് ഉണ്ടല്ലോ, PhDക്ക് സ്കോളർഷിപ്പ് കിട്ടിയാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടെ വീണ്ടും എനിക്ക് ഒരു ഹൈക്ക് ചെറുതായിട്ട് വന്നു. അന്ന് എനിക്ക് 10,000 രൂപയിൽ നിന്ന് എനിക്ക് നേരെ എനിക്കൊന്ന് 21,000 ആയിരുന്നു ഒരു സാലറിയിലോട്ട് എനിക്ക് ഫെലോഷിപ്പ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ PhDക്ക് ചേർന്നു. ഫസ്റ്റ് ഇയർ 21,000 ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് അത് നമുക്ക് പിന്നെയും കൂടി കിട്ടി. 33 സംതിങ് ലൈക്ക് ദാറ്റ്, 33,000, 30 സംതിങ് ആണ് സാലറി. അങ്ങനെ പിന്നെ എനിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആയിട്ട് ഞാനൊരു 4 വർഷം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എടുത്തൊരു ഇൻറ്റൻഷണൽ ബ്രേക്കായിരുന്നു. ഞാൻ കൊച്ചുവിനെ പ്രഗ്നൻ്റായി, കൊച്ചുവിനെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പം കൊച്ചുവിൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഞാനൊരു മിനിമം 2 വർഷമെങ്കിലും അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ 2 വർഷം ഞാൻ ബ്രേക്ക് എടുത്ത് വീട്ടിൽ ഇരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഫിനാൻഷ്യലി എനിക്ക്
കറക്റ്റായിട്ടൊരു വരുമാനം എന്ന് പറയാനായിട്ട് ഞാൻ ജോലിക്കൊന്നും പോയില്ല. മനഃപൂർവ്വം ഞാൻ എടുത്ത് ബ്രേക്ക് തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ നിങ്ങൾ എത്ര പേർക്ക് എനിക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. JBR കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു ഇങ്ങനെ ഓൺലൈൻ ബിസിനസ് ഉണ്ടല്ലോ, ഓൺലൈൻ ക്ലോത്ത് ബിസിനസ്, അങ്ങനെ ഒരു ചെറിയ പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓൺലൈൻ ഇങ്ങനെ ചുരിദാറും സാരിയും ചുരിദാർ മെറ്റീരിയൽസും ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ എനിക്കുണ്ടായിരുന്നു. ആ ക്ലോത്തിങ് സ്റ്റോറിൽ നിന്ന് ഐ യൂസ് ടു ഏൺ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല, എങ്കിലും എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ചെറിയൊരു വരുമാനം. ഈ ഒരു 2 വർഷം ഞാൻ ബ്രേക്ക് എടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിന് കുറച്ച് മുൻകൂറായിട്ട് ഇങ്ങനെ ഒരു പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങിയായിരുന്നു. ആ ഒരു സമയത്ത് അതായിരുന്നു എൻ്റെ ആ 2 വർഷം ഉള്ളൊരു ചെറിയൊരു വരുമാന മാർഗം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പോസ്റ്റ് ഡോഗിന് അഡ്മിഷൻ കിട്ടുന്നു, ഞാനിവിടെ US വരുന്നു. അപ്പോൾ പിന്നെ നമുക്കങ്ങ് ഗ്രോത്തായി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു, എൻ്റെ ലൈഫിൽ ആ ഫാമിന് തുടങ്ങിയ ഒരു 4000 രൂപയുടെ സാലറി, എൻ്റെ ഫസ്റ്റ് സാലറി. അതിൽ നിന്ന് പിന്നെ എനിക്കൊരു തിരിഞ്ഞുപോക്ക്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ നിന്നുള്ളൊരു തിരിഞ്ഞുപോക്ക് എനിക്ക് ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ വൺസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരാളുടെ അടുത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പൈസ ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ട, എല്ലാവർക്കും വേണം. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം വിമൻ എംപവർമെൻറ്റ്, ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ്, വിമൻ ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് എല്ലായിടത്തും പറയുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പം യെസ്, മൈ ലൈഫ് വാസ്, നമുക്ക് വേറൊരാളുടെ ലൈഫ് നോക്കി നമ്മൾ എപ്പോഴും ഇൻസ്പയർഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് സ്വന്തമായിട്ട് ഇൻസ്പയർഡ് ആവാനായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ തന്നെ കാണും. ഇങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് മാത്രമല്ല, ബാക്കി വേറെ പല കാര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കും, നിങ്ങൾ കഷ്ടപ്പെട്ട കാര്യങ്ങളും ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു ലെവലും ഒക്കെ ആലോചിക്കുമ്പം നിങ്ങൾക്കും സ്വന്തമായിട്ട് ഇൻസ്പയർഡ് ആകാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ കാണും. സോ ജസ്റ്റ് വലിയ കാര്യമൊന്നുമല്ല, എൻ്റെ ലൈഫിൽ ഇന്ന് വരെയുള്ള എൻ്റെ ജേണി, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു ജേണി എന്താണെന്ന് ഞാൻ നോക്കിയപ്പം ഐ തോട്ട് ലൈക്ക് ഐ വിൽ ഷെയർ വിത്ത് യു ഓൾ. ദാറ്റ്സ് ഓൾ. അപ്പോൾ എൻ്റെ സമയം ഇപ്പം 12 മിനിറ്റായി എൻ്റെ വീഡിയോ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് കൂടെ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഇൻസ്പയർഡ് ആയി എന്നുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. സോ യു ഓൾ ടേക്ക് കെയർ. ഐ വിൽ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.